നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ബി പോസിറ്റീവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അക്ഷരങ്ങൾ ചേർന്ന് വാക്കുകളാകുന്നു, വാക്കുകൾ ചേർന്ന് വരികളാകുന്നു, വരികൾ ചേർന്ന് ഒരാശയമാകുന്നു. അങ്ങനെ ആ ഒരു ആശയം ഒരു രചനയായി മാറുന്നു. അങ്ങനെ ആ രചയിതാവിൽ നിന്ന് നമ്മൾ ആസ്വാദകരിലേക്കുള്ള ഒരു പ്രയാണമാണ് ശരിക്കും നമ്മൾ കവിത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലേ? അത്തരത്തിൽ ഒരുപാട് നല്ല നല്ല മലയാള കവിതകൾ നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് സാഹിത്യകാരന്മാർ സമ്മാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കാത്തതുമായ ഒരുപാട് മഹത്തായ വ്യക്തികൾ നമുക്ക് ഒരുപാട് കവിതകൾ സമ്മാനിച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പൊ ഉള്ളൂരായാലും ശരി, വള്ളത്തോളായാലും ശരി, എന്താ പറയുക, എഴുത്തച്ഛൻ, അതെ, അത്തരത്തിൽ അവരുടെയൊക്കെ കവിതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന മലയാളികളുടെ ഒരു സ്വകാര്യ സ്വത്ത് അല്ലെങ്കിൽ അഹങ്കാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം, അല്ലേ? തീർച്ചയായും. അത്തരത്തിൽ ജീവിച്ചിരിക്കുന്ന കവികളിൽ ഏറ്റവും പ്രമുഖനായ ഒരു കവിയാണ് കെ സച്ചിദാനന്ദൻ. അദ്ദേഹത്തിന്റെ കവിതകൾ ഇന്ന് 50 വർഷം തികയാണ്. എത്ര വലിയൊരു കാര്യമാണ്, അല്ലേ? അതെ അരവിന്ദ്, നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആധുനിക കവിതകളുടെ മുൻഗാമിയും അതേപോലെ തന്നെ കവി, വിമർശകൻ, വിവർത്തകൻ എന്നീ നിലകളിലെല്ലാം അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം, അല്ലേ? അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കവി എന്നതിലുപരി ഒരു സാഹിത്യ വിമർശകനാണ്. അതോടൊപ്പം അദ്ദേഹം നിരവധി യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം പല മേഖലകളിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തനം, അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അതെ അരവിന്ദ്, ശരിയാണ്. ഇന്നും അദ്ദേഹം സജീവമായി തന്നെ അദ്ദേഹത്തിന്റെ രചനകൾ തുടരുന്നു. അപ്പം ഏതായാലും നമുക്ക് നമ്മുടെ ആദ്യ സെഗ്മെന്റ് കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. നമുക്ക് കാണാം ശുഭസംഗീതം. വിശ്വസാഗരചിപ്പിൽ മീന സർഗലാവണ്യ ബാഷ്പമേ, ദേവഹർഷങ്ങൾ കാത്തു നിൽക്കവേ ദേവിയായി നീ ഭൂമിയായി. വിശ്വസാഗരചിപ്പിൽ വീണ സർഗലാവണ്യ ബാഷ്പമേ, നിന്നിൽ നിന്നടർന്നാലെനിക്കൊരു പുണ്യതീരമുണ്ടാവുമോ? വിണ്ണിലല്ലാതെ വന്നു പൂവിൻ്റെ മന്ദഹാസമുണ്ടാകുമോ? വ്യോമഗംഗയിലായിരം കോടി താരകങ്ങൾ വിരിച്ചിടും യാമമോഹിനി പോരുകില്ല ഞാൻ നിൻ സ്വരാഞ്ജലിയായി. ഞാൻ വിശ്വസാഗരചിപ്പിൽ വീണ സർഗലാവണ്യ ബാഷ്പമേ, ആത്മാവിൻ കോവിലിലാദ്യം നിവേദിച്ച പൂജാമലരാണമ്മ. തന്ത്രികൾ മുറുക്കും മുമ്പിടം ചുണ്ടിൽ മീട്ടിയ സ്വരരാഗ ശ്രുതിയാണമ്മ, മധുരാനുഭൂതിയാണമ്മ. ആത്മാവിൻ കോവിലിലാദ്യം നിവേദിച്ച പൂജാമലരാണമ്മ. തന്ത്രികൾ മുറുക്കും മുമ്പിടം ചുണ്ടിൽ മീട്ടിയ സ്വരരാഗ ശ്രുതിയാണമ്മ, മധുരാനുഭൂതിയാണമ്മ. പൂന്തിങ്കൾ തോണി തുഴഞ്ഞ് ആകാശഗംഗ കടന്ന്, പൂന്തിങ്കൾ തോണി തുഴഞ്ഞ് ആകാശഗംഗ കടന്ന്, വഴിതെറ്റി വന്നോരു ശ്രീദേവി നീ വീണ്ടും, വഴിതെറ്റി വന്നോരു ശ്രീദേവി നീ വീണ്ടും. അമ്മേ ആരാധന നിനക്കു മാത്രം, ആരാധികേ ആരാധികേ ആ
ആത്മാവിൻ കോവിലിലാദ്യം നിവേദിച്ച പൂജാമലരാ നമ്മ തന്ത്രികൾ മുറുക്കും മുൻപിടം ചുണ്ടിൽ മീട്ടിയ സ്വരരാഗ ശ്രുതിയാണമ്മ മധുരാനുഭൂതിയാണമ്മ മഴവില്ലിൻ മെത്ത നിവർത്തി രാമായണ കഥ ചൊല്ലി മഴവില്ലിൻ മെത്ത നിവർത്തി രാമായണ കഥ ചൊല്ലി കരളിന്റെ കിണ്ണത്തിൽ പാച്ചോറു വിളമ്പി കരളിന്റെ കിണ്ണത്തിൽ പാച്ചോറു വിളമ്പി താരാട്ടു പാടിയുറക്കി ആരാധികേ ആരാധികേ ആത്മാവിൻ കോവിലിലാദ്യം നിവേദിച്ച പൂജാമലരാണമ്മ തന്ത്രികൾ മുറുക്കും മുൻപിടം ചുണ്ടിൽ മീട്ടിയ സ്വരരാഗ ശ്രുതിയാണമ്മ മധുരാനുഭൂതിയാ. ഏഞ്ചൽ, ഈ ലോക മഹായുദ്ധങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തീർച്ചയായും. അപ്പൊ നമ്മൾക്ക് ഇന്നും എന്താ പറയുക, ഒരു ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചും അതോടൊപ്പം രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചുമാണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം എന്താണെന്ന് അറിയൂ? എന്താണ് അരവിന്ദ് അതിന്റെ പ്രത്യേകത? ഞാൻ തന്നെ പറയാം. 1914 ഹംഗറിയും അതോടൊപ്പം തന്നെ ഓസ്ട്രിയയും സെർബിയക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. അതായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതോടൊപ്പം ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2004 ജൂലൈ 28 മൈക്രോബയോളജിസ്റ്റ് ആയിരുന്ന ഫ്രാൻസിസ് ക്രിക്ക് അന്തരിച്ച ദിവസം കൂടിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദം നേടി. അതിനുശേഷം അദ്ദേഹം PhD ജോയിൻ ചെയ്തു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഗവേഷണം അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. എന്നിട്ട് 1950 വീണ്ടും അദ്ദേഹം ഗവേഷണത്തിന് ജോയിൻ ചെയ്തു. അങ്ങനെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഇൻ പോളിപെപ്റ്റൈഡ്സ് ആൻഡ് പ്രോട്ടീൻസ് എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് PhD അവാർഡ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇത്തരത്തിൽ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. അരവിന്ദ്, നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് കവിതകളെക്കുറിച്ചും K. സച്ചിദാനന്ദൻ എന്ന കവിയെക്കുറിച്ചും ഒക്കെയാണ് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതലും ഗദ്യ രൂപത്തിലുള്ള കവിതകളാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം സമൂഹത്തിലെ പ്രശ്നങ്ങളും അതുപോലെ അനീതിക്കെതിരെയും ഒക്കെ തൻ്റെ തൂലിക കൊണ്ട് പോരാടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അല്ലേ? അതുപോലെ അരവിന്ദ്, ഈ അടുത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിന്റെ ഒരു 3 കവിതകൾ ഉണ്ടായിരുന്നു. അത് വായിച്ചില്ലേ അരവിന്ദ്? തീർച്ചയായും വായിക്കുക മാത്രമല്ല, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പ്രേക്ഷകരുമായി എനിക്കത് ഷെയർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നി. ഞാൻ അതിലേതെങ്കിലും ഒരെണ്ണം വായിക്കാം. അച്ഛൻ ഇരുന്നിടത്ത് പഴയ ചാരു കസേരയിൽ ഇപ്പോൾ ഒരു പാട് മാത്രമുണ്ട്, വിയർപ്പും ചന്ദ്രവും മണക്കുന്ന ഒരു കുഴി. ഇതിനകത്ത് അദ്ദേഹം ഒരു അച്ഛൻ്റെ വേർപാട്, അല്ലെങ്കിൽ അച്ഛൻ്റെ വേർപാടിൽ ഒരു മകൻ്റെ ഒരു നൊമ്പരം തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അത് നമുക്കും തന്നെ ഒരുപാട് എന്താ പറയുക, ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അച്ഛൻ മരിച്ച ശേഷവും അവരുടെ വീട്ടിൽ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ അച്ഛനോടുള്ള ഒരു സ്നേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കവിതകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ? അപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൽ ഒരുപാട് നല്ല നല്ല ഹൃദയത്തിൽ തട്ടുന്ന ഒരുപാട് കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതേപോലെ അരവിന്ദ്, അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങിയത് 1971 അതായത് 5 സൂര്യൻ എന്ന് പറയുന്ന കവിതാ സമാഹാരം. അതുപോലെ ഗോദ്ര സംഭവത്തിന് ശേഷം അദ്ദേഹം അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ സന്ദർശിച്ച് അതിനെ ആസ്പദമാക്കി, ആ വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം ഒരു കവിത എഴുതിയിരുന്നു, ലജ്ജ എന്ന് പറയുന്നത്.
അപ്പോൾ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത് ആനുകാലിക സാഹിത്യങ്ങളെ നിരൂപണം ചെയ്യുന്ന ഒരു സെഗ്മെന്റാണ് ഡോക്ടർ എം രാജീവ് കുമാർ അവതരിപ്പിക്കുന്ന കണ്ണട. കണ്ണടയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ച പതിപ്പ് കവിതാമയമാണ്. മാത്രമല്ല അടുത്ത കാലത്ത് ഇറങ്ങിയ മാതൃഭൂമിയുടെ ലക്കങ്ങളിൽ ഏറ്റവും ഈടുറ്റതുമാണ്. കാരണം സച്ചിദാനന്ദനാണ് മുഖ്യ കഥാപാത്രം. സച്ചിദാനന്ദന് 70 വയസ്സ് തികയുകയാണ്. സച്ചിദാനന്ദൻ്റെ കാവ്യജീവിതത്തിന് 50 വയസ്സുമായി. ഇന്നും ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന കവിയാണ് സച്ചിദാനന്ദൻ. വളരെ സ്ഥിരമായി കൃത്യമായി എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ആനുകാലികങ്ങളിൽ ഒരു കവിത വീതം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഓരോ കവിതയും മറ്റുള്ളതിനേക്കാൾ മികച്ചതായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ലക്കത്തിൽ സച്ചിദാനന്ദൻ്റെ കാവ്യജീവിതത്തെപ്പറ്റിയുള്ള ദീർഘമായ 3 അഭിമുഖങ്ങളുണ്ട് കെ കണ്ണൻ നടത്തിയത്. KG ശങ്കരപ്പിള്ള സച്ചിദാനന്ദനെ വേണ്ടി എഴുതിയ ഒരു കവിതയുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയുടെ പുനഃപ്രകാശനമുണ്ട്. മാത്രമല്ല സച്ചിദാനന്ദൻ്റെ 3 കവിതകളുമുണ്ട്. ഈ സച്ചിദാനന്ദൻ്റെ 3 കവിതകളും എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ആർദ്രമായ ഒരു വികാരം പ്രസരിപ്പിക്കുന്ന കവിതകളാണിവ. അച്ഛൻ ഇരുന്നിടം എന്ന സച്ചിദാനന്ദൻ്റെ ആദ്യ കവിത അച്ഛനെ പറ്റിയുള്ള ഓർമ്മയാണ്. അതിലേറ്റവും ഒടുവിലത്തെ 4-5 വരിയുണ്ട്. വളരെ ഹൃദയസ്പൃക്കാണ്. ഞാൻ താമസിയാതെ അച്ഛനെ കാണും, ആ നെറ്റിയിൽ എൻ്റെ നീലിച്ച ചുണ്ടുകൾ കൊണ്ട് ഒരു ഉമ്മ കൊടുക്കും. മറ്റൊരു കവിത എൻ്റെ നാട്ടിൻ പുറത്തോട് എന്നുള്ളത്. നാട്ടിൻ പുറമേ നീ എൻ്റെ തൊലിക്ക് ഈറൻ വയലുകളുടെ ചേർനിറം തന്നു എന്ന് തുടങ്ങുന്ന ഈ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ തൊട്ടിലും തൊഴുത്തും ഞാൻ ഒന്നിച്ചു പൊക്കുന്നു, നിൻ്റെ സ്വർഗവും നരകവും ഒന്നിച്ച് തീയിൽ നിന്നും വീണ്ടെടുക്കുന്നു. സച്ചിദാനന്ദൻ്റെ എഴുത്തിൻ്റെ ഒരു വളരെ ഊർജ്ജസ്വലമായ സ്വരം ഈ കവിതകളിലെല്ലാം സ്പന്ദിക്കുന്നുണ്ട്. 70 എന്ന കവിതയിൽ 70 വയസ്സിൻ്റെ നിറവിൽ നിൽക്കുന്ന സച്ചിദാനന്ദൻ ആത്മാവിമർശനമല്ല, സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ചെറിയൊരു കവിതയാണ്. ഇതുപോലും വരം ഇനിയുള്ള അല്പം വഴി താണ്ടാൻ വേണ്ട എനിക്ക് മോക്ഷം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ ജീവിത സായാഹ്നത്തിലേക്ക് എത്തുന്ന ഒരു കവിയുടെ ആത്മാസ്പന്ദങ്ങളാണ് ഈ കവിത. മാത്രമല്ല ഒരു കവിക്ക് നമ്മുടെ സാഹിത്യലോകം, മലയാള സാഹിത്യലോകം നൽകാവുന്ന ഏറ്റവും വലിയൊരു ആദരവ് കൂടിയാണ് മാതൃഭൂമി ഇത്തവണ പുറത്തിറക്കിയിരിക്കുന്നത്. സച്ചിദാനന്ദൻ്റെ ആദരവിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരവിനോടൊപ്പം 14 പുതിയ കവികളുടെ കവിതകളും ഈ ലക്കത്തിൽ കാണാൻ സാധിക്കും. പി രാമനും കെ രാജഗോപാലും ശിവദാസ് പുറമേരിയും സെബാസ്റ്റ്യനും, ഇങ്ങനെ ലതീഷ് മോഹൻ, എസ് കലേഷ്, ഇ സന്ധ്യ, NB സന്ധ്യ, M സന്ധ്യ, ആര്യ ഗോപി, രാജേഷ് പനങ്ങാട്ടിൽ, KC മഹേഷ്, ജോയ് വാഴയിൽ, RL ഹരിലാൽ, ഇങ്ങനെയുള്ള കവികളുടെ കവിതകളുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കവിയാണ് കെ രാജഗോപാൽ. വളരെ നിശബ്ദമായി കഴിഞ്ഞ ലക്കത്തിലും പറഞ്ഞ കാര്യമാണ്. കെ രാജഗോപാലിൻ്റെ കവിത വളരെ ശ്രദ്ധേയമാണ്. ഈ 14 കവികളുടെ കവിതകളിലും നടുനില എന്ന കവിതയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ കവിതയുടെ ഒടുവിങ്ങനെയാണ്: അവസാനമായി കണ്ടു മടങ്ങുമ്പോൾ ഒരു കമ്പ് പൊട്ടിച്ച് കയ്യിൽ കരുതണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ മറവിയുടെ കെടുവളം കളകയറ്റിയ തലച്ചോറിലെന്ന പോലെ ടെറസിലെ ഗ്രോ ബാഗിൽ ഇനി എവിടെ വേരിറങ്ങാൻ. ഇതാണ് നാഗരികതയും അതുപോലെ ഗ്രാമീണ സമൃദ്ധിയും ഒക്കെ ഒരു പ്രത്യേക സന്ധിയിൽ വിഘടിച്ച് നിൽക്കുന്ന ഒരു നടുനില എന്ന ഈ കവിത എടുത്തു പറയേണ്ടതാണ്. വളരെ മികച്ച കവിതയുമാണ്. മാതൃഭൂമിയുടെ സാർത്ഥകമായ പതിപ്പാണ് ജൂലൈ 24-ന് പുറത്തിറങ്ങിയത്. എന്നാൽ പത്രം ദ്വൈവാരികയിൽ ഒരു കവിതയുണ്ട്. ഡോക്ടർ കായംകുളം യൂനിസാണ് കവിത എഴുതിയിരിക്കുന്നത്. അമ്മിഞ്ഞപ്പാൽ നുണഞ്ഞ അമ്മതന്മാരിടത്തിൽ പറ്റിച്ചേർന്ന വീടിൻ്റെ സുരക്ഷിതമാം ആരുടത്തിൽ ജീവിതമാസ്വദിച്ച മക്കൾ. വളരെ എന്തിനാണ് ഇത്തരം വിലക്ഷണമായ കവിത ഒരു നോക്കുകുത്തി പോലെ, നേരത്തെ മാതൃഭൂമിയിൽ കണ്ട വളരെ മനോഹരമായ കവിതകൾക്കൊരു നോക്കുകുത്തി പോലെയാണ് പത്രത്തിലെ ഈ കവിത കാണുന്നത്. അമ്മിഞ്ഞപ്പാൽ നുണഞ്ഞ അമ്മതൻ, അമ്മയുടെ മാറിൽ അമ്മിഞ്ഞപ്പാൽ നുണഞ്ഞു കിടക്കുന്ന കുട്ടിയുടെ ചിത്രമാണ് എങ്കിൽ പോലും ഒരു കാവ്യസദ്ധിയുമില്ലാത്ത ഒരു കവിതയായിട്ടാണ് കായംകുളം യൂനിസ് കുഞ്ഞിൻ്റെ ഈ കവിത പത്രത്തിൻ്റെ താളിൽ വിഹരിക്കുന്നത്. വളരെ സമർത്ഥമായ മറ്റൊരു ലേഖനം ഗ്രന്ഥാലോകത്തിലുണ്ട്. ഗ്രന്ഥാലോകത്തിൽ ഈ അടുത്ത കാലത്ത് നിരൂപകന്മാർ പലരും
കളം മാറ്റി ചവിട്ടുമ്പോൾ VC ശ്രീജൻ മാത്രമാണ് യഥാർത്ഥത്തിൽ നിരൂപകൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത്. VC ശ്രീജൻ ബെന്യാമിൻ്റെ ഒരു കൃതിയെ അപഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന ബെന്യാമിൻ്റെ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു കൃതിയെ അദ്ദേഹം അതിൻ്റെ സാങ്കേതികമായി അതിൽ ഉള്ള സൂക്ഷ്മത കൊണ്ട് ചില സ്ഥിതിവിവര കണക്കുകളും അതുപോലെ അതിലുള്ള ചില സത്യമെന്ന് മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളതായ ചില കാര്യത്തെപ്പറ്റി പറയുന്നു. ഒരു ഉദാഹരണം, മലബാർ തീരമെന്ന് കരുതി വാസ്കോഡിഗാമ ആദ്യം കാലുകുത്തിയത് ഡിയഗോ ഗാർഷ്യയിലാണെന്ന് ഗാമയുടെ ലോഗ് ബുക്കിലുണ്ടെന്ന് നോവൽ പറയുന്നു. ഇത് സത്യമല്ല. ഗാമയുടെ ഒന്നാമത്തെ കപ്പലോട്ടം വിവരിക്കുന്ന പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. ഡിയാഗോ ഗാർഷ്യയുടെ അടുത്തുകൂടിയല്ല, ആഫ്രിക്കയ്ക്കും മഡഗാസ്കറിനും ഇടയിലൂടെയായിരുന്നു ഗാമയുടെ യാത്ര. അപ്പോൾ ഈ വിധത്തിൽ വസ്തുതാ പിഴകുകൾ ധാരാളമുള്ള ഒരു പുസ്തകമാണ് മഞ്ഞവെയിൽ മരണങ്ങൾ എന്നാണ് VC ശ്രീജൻ പറയുന്നത്. ഇങ്ങനെ വസ്തുതകൾ കൊണ്ട് കഥയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവ കൃത്യമായിരിക്കണം. അപ്പോൾ വസ്തുതകൾ കഥയിൽ വരികയാണെങ്കിൽ കൃത്യമല്ലെങ്കിൽ പറ്റുന്നത് എത്ര സുന്ദരമായ കൃതിയായാലും വസ്തുതകളിൽ പിശകുകളും അക്ഷരത്തെറ്റുകളും വന്നാൽ അതിന് അന്തർദേശീയ നിലവാരം കൈവരുന്നതല്ല. അതിന് ഉദാഹരണം പറയുന്നത് വളരെ രസകരമാണ്. കീറിയ ട്രൗസർ എടുത്ത് രാജ്യാന്തര മീറ്റിൽ ഓടാൻ നിൽക്കുന്നത് പോലിരിക്കും അത്. തെറ്റുകൾ തിരിച്ചറിയാൻ പ്രാപ്തിയില്ലാത്ത വായനക്കാരൻ കഥയിൽ കാണുന്നതെല്ലാം സത്യമെന്ന് തെറ്റിദ്ധരിക്കും എന്ന ദോഷം വേറെയും. അപ്പം ഈ വിധത്തിൽ ഈ ബെന്യാമിൻ്റെ പുതിയ പുസ്തകത്തെ ഇഴകീറി പിരിച്ച് വിമർശനം നടത്തുകയാണ് VC ശ്രീജൻ. ഈ അടുത്ത കാലത്ത് വിമർശകന്മാരുടെ ധർമ്മം ശരിയായി നിർവഹിക്കുന്നത് VC ശ്രീജൻ മാത്രമാണ് എന്ന് ഈ നിരൂപണം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. കൊട്ടിഘോഷിക്കപ്പെടുകയും കാലത്തിൽ കുഴലൂത്ത് നടത്തുകയും ചെയ്യുന്ന കൃതികളെ വളരെ നിശിതമായി അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോയി വിമർശനം നടത്തുകയാണ് VC ശ്രീജൻ നടത്തുന്ന. ഇത് ഗ്രന്ഥാലോകത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പിലെ വിശേഷമാണ്. S ജയചന്ദ്രൻ നായരുടെ ഒരു ലേഖനം മാധ്യമ ആഴ്ച പതിപ്പിലുണ്ട്. അതാകട്ടെ നാസി ക്രൂരതകളെ വളരെ ശരിയായ വിധത്തിൽ ആഖ്യാനം ചെയ്ത ഒരു എഴുത്തുകാരൻ എലി വിസീലിനെ അനുസ്മരിച്ചു കൊണ്ടുള്ളതാണ്. ഭയാശങ്കകളുള്ള ഒരു കൃതികളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ കൃതികളുടെ സൂക്ഷ്മതയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് S ജയചന്ദ്രൻ നായർ. അദ്ദേഹം വിവിധ ആനുകാലികങ്ങളിൽ നടത്തുന്ന വളരെ ഗഹനമായ പുസ്തകങ്ങളെ പറ്റിയുള്ള നിരൂപണങ്ങൾ, അവയെപ്പറ്റിയുള്ള സൂക്ഷ്മ വിവരങ്ങൾ വായനക്കാർക്ക് കൂടുതൽ കൃതികൾ വായിക്കുവാനും അതുപോലെ സൗന്ദര്യാനുഭൂതി നുകരുവാനും പര്യാപ്തമാണ് എന്നുകൂടി എടുത്തു പറഞ്ഞുള്ളത്. ഈ മാധ്യമത്തിൻ്റെ പുതിയ ലക്കത്തിൽ മാധ്യമത്തിൻ്റെ ഓരോ ലക്കവും വളരെ ഗംഭീരമായി വരുന്നുണ്ട്. ഓരോ ലക്കത്തിലും വ്യത്യസ്തമായ വിഭവങ്ങളാണ് വിന്യസിക്കുന്നത്. അതിലൊന്നാണ് ഈ ലക്കം എലി വീസന്റിനെ പറ്റിയുള്ള ഈ ലേഖനം. ബാലചന്ദ്രൻ വടക്കേടത്തിൻ്റെ ലേഖനങ്ങൾക്ക് പലപ്പോഴും ഒരു പരിഭവത്തിൻ്റെ പ്രകാശമാണുള്ളത്. മാധ്യമത്തിൻ്റെ ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു. ഇപ്പോൾ ഇതാ മുക്കണാഞ്ചി വിവാദവും ചന്തുമേനോൻ സ്മാരക വിലാസിനി പുരസ്കാരവും എന്ന് സാഹിത്യ അക്കാദമിയെ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ്. അടുത്ത കാലത്ത് ഭരണമാറ്റം വന്നതിന് ശേഷമാണ് ബാലേന്ദ്രൻ വടക്കേടത്തൊന്ന് ചുവക്കുന്നത് എന്ന് കാണാം. മുമ്പ് സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനം കഴിഞ്ഞ 3 കൊല്ലത്തിന് മുൻപ് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് വീണ്ടും അദ്ദേഹം സാഹിത്യ വിവാദങ്ങളുമായി വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് മാധ്യമത്തിലും ഈ തന്മ എന്ന മാസികയിലാണ് പ്രസിദ്ധപ്പെടുത്തിയത്. സാഹിത്യ അക്കാദമിയുടെ തയ്യാറാക്കിയ സാഹിത്യ ചരിത്രത്തിൻ്റെ വാല്യങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അക്കാദമിയുടെ ചരിത്രം വ്യക്തമാക്കുന്ന ഒരു കൃതി പുറത്തു വന്നിരിക്കുന്നു. അതിനെ വിമർശിച്ചുകൊണ്ടാണ് ബാലചന്ദ്രൻ വടക്കേടത്തിൻ്റെ വിമർശനം മുഴുവൻ. സാഹിത്യ ചരിത്രം എന്ന പേരിൽ തുളസീധരൻ പിള്ള പള്ളത്ത് രാമനെപ്പറ്റി കലാകൗമുദി ആഴ്ചപ്പതിപ്പിൽ പറയുന്നുണ്ട്. കലാകൗമുദിയുടെ ഓരോ ലക്കവും വളരെ വൈവിധ്യമുള്ള വിഭവങ്ങളാണ്. ഈ ലക്കം പള്ളത്ത് രാമനെപ്പറ്റി പറയുന്നുണ്ട്. ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൽ ദാമോദരം കുളപ്പുറം എഴുതുന്ന വിരഹം എന്ന കഥ. ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുള്ള ഒരു തീവണ്ടി യാത്രയിൽ അമ്മയുടെ മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന ഒരു കഥയാണ്. ചെറിയ കഥയാണെങ്കിലും അതിൽ ഉള്ള ദാമോദരൻ കളപ്പുറത്തിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണമാണ് ഈ കഥയെ മികച്ചതാക്കി മാറ്റുന്നത്. ഇന്നത്തെ കണ്ണട ഇവിടെ സമാപിക്കുന്നു. അടുത്ത കണ്ണട വരുന്ന വ്യാഴാഴ്ച ഇതേ സമയം.
പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തരേണ്ട വിലാസം: വി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 0471246660. ഇമെയിൽ panoramatvmedia@gmail.com. ശരിക്കും അരവിന്ദ് സച്ചിദാനന്ദൻ കവിതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം കവിതകളെ കണ്ടിരുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഒരു ഉപാധിയായിട്ടാണ് അദ്ദേഹം കവിതകളെ കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ നാവുമരം എന്ന കൃതി അതിൽ ശരിക്കും അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ഒരു പ്രചാരണമായിട്ടായിരുന്നു ശരിക്കും ആ ഒരു കൃതി എന്ന് പറയുന്നത്. അദ്ദേഹം കവി എന്നതിനുപരി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇന്നും 70-ാം വയസ്സിലും ഒരു 17-കാരൻ്റെ ഒരു ചുറുചുറുപ്പോടുകൂടി ഇന്നും സമൂഹത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ദീർഘായുസ് നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്, അല്ലേ? തീർച്ചയായും. അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.